Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് റെസിപ്പിയെ കുറിച്ച് പറയുമ്പോൾ നോൺ വെജ് ആണ്. അതെന്നാണെന്നറിയോ, നോൺ വെജ് ചെയ്യാൻ കാര്യം ഇന്ന് ചിക്കൻ അല്ല ചെയ്യാൻ പോകുന്നത്, ഇന്ന് മട്ടൻ്റെ കറിയാണ് ചെയ്യാൻ പോകുന്നത്. മട്ടൻ എന്ന് പറയുമ്പോൾ തനി നാടൻ മട്ടൻ കറിയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഇറച്ചി എങ്ങനെ വെച്ചാലും ഇനിയിപ്പോൾ ഇറ്റാലിയൻ ആയാലും കോണ്ടിനെൻ്റൽ ആയാലും നാടനായാലും ചൈനീസ് ആയാലും ഏത് ചെയ്താലും ലാസ്റ്റ് നമ്മുടെ നാവിൽ, നമ്മുടെ കേരളീയർക്ക് നമ്മുടെ നാവിൽ രുചി എന്ന് പറയുന്നത് തനി നാടൻ ഭക്ഷണം വെക്കുമ്പോഴാണ് അല്ലേ. അല്ലാതെ നല്ലപ്പോഴൊക്കെ നമ്മൾ കഴിക്കുവാന്നേൽ പ്രശ്നമില്ല, പക്ഷേ എപ്പോഴും അതിനൊരു വ്യത്യാസം വരുമ്പോഴത്തേന് പിന്നെ നമ്മളൊന്ന് കൊതിക്കുകയില്ല. നമ്മുടെ നാട്ടിൽ വന്നിച്ച് വെളിയിലൊക്കെ പോകുമ്പോഴേ നമ്മുടെ നാട്ടിൽ വന്നിച്ച് ഇച്ചിരി ചോറും മീൻകറിയൊക്കെ ഉണ്ടാകാനായിട്ട് നമുക്കത് തോന്നി തുടങ്ങും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സാധാ മട്ടൻ കറിയല്ല, മട്ടൻ ഒരു പെപ്പർ കൊണ്ട് ചെയ്തേക്കുന്ന ഒരു പെരട്ടാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ. അതിന് വേണ്ടിയത് എന്നാന്ന് നോക്കും. കുറച്ച് മട്ടൻ, ഇത് ഏകദേശം 1 കിലോ ഉണ്ട്. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി പെരിഞ്ചീരകം, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി നാരങ്ങാ നീര്, ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി എടുക്കുക, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് സവാള, കുറച്ച് കുരുമുളക്. പിന്നെ അറിയാലോ ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാനുള്ള. പിന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പില. ഇത്ര വേണ്ടിയ. ഇനി മട്ടനെ ഒന്ന് കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതെന്നൊക്കെ ചേർത്ത് വെക്കേണ്ടതെന്ന് അറിയാവോ? ഈ പൊടിയെല്ലാം ഇട്ട് വെക്കണം. അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പെരിഞ്ചീരകം, കുറച്ച് കുരുമുളക്, ഇച്ചിരി നാരങ്ങാ നീര്. അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പൂടെ ഇട്ടേച്ച് നല്ലോണം തിരുമ്മി വയ്ക്കണം. ഇതിനകത്തെല്ലാം ഒരു ഇച്ചിരിച്ചിരിയെ ചേർത്തിട്ടുള്ളൂ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ച് വെച്ച് ഫസ്റ്റ് എന്നാ ചെയ്യണമെന്ന് അറിയാവോ? ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. ഫസ്റ്റ് എന്നാ ചെയ്യണ്ടേ, ഉള്ളി ഇടുക, ഉള്ളിയുടെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. അതായത് 1 കിലോ ആണെങ്കിൽ നമ്മൾ പറയുന്ന പോലെ എപ്പോഴും ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചിയും ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി. മട്ടൺ ആയതുകൊണ്ട് ഒരു ഇച്ചിരി കൂടുതലും കൂടി ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല വാടി കുറച്ച് ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മൾ ചെയ്യണം. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുവാന്നേൽ നാടൻ ഒരു മണമുണ്ടല്ലോ അതുണ്ട്. മട്ടൻ കറി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പാനയിലൊന്നും വെച്ചാലൊന്നും വേവുകയല്ല. നമ്മുടെ എന്നാ പറയുക, കനലടുപ്പയിൽ വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതാണെങ്കിൽ രാവിലെ അങ്ങ് വെക്കുവാന്നേൽ ഈ പാടില്ല. അത് അവിടെ കിടന്ന് ഇങ്ങനെ തിളച്ച് ആ കനലേ കിടന്ന് തിളച്ച് പോകുന്നതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് ഒരു പ്രത്യേക രുചിയാണ്. ഇനി ഇതൊരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് വാടിക്കോട്ടെ. വാടുക എന്ന് പറഞ്ഞാൽ ആ ഉള്ളി ഒരു നല്ല മൂക്കണം, അതിൻ്റെ ഒരു പച്ചച്ചൊവ മൊത്തം പോകണം. മൊത്തം പോയേച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലോണം ഒന്ന് എന്താ പറയുക അലിഞ്ഞ് അതിനകത്തോട്ട് ചേരണം. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ മൂത്ത് നല്ല ബ്രൗൺ കളർ ആയില്ലേലും എന്നാ പറയുക അതൊന്ന് വെന്ത് അതിൻ്റെ ആ ഒരു പച്ച ചൊവയില്ലേ അതെല്ലാം ഒന്ന് മാറുന്നിടം വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ അതിനെ ഒന്ന് മൊരിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ തന്നെയല്ല, ഉള്ളി ഒന്ന് അരച്ച് ചേർക്കാനാന്നേൽ അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ അരച്ച് ചേർക്കുവാന്നേൽ നമ്മൾ ഈ വഴറ്റുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ എളുപ്പത്തിൽ ഒന്ന് വഴന്ന് കിട്ടും. പെട്ടെന്ന് അതിനകത്തെ എന്നാ പറയുക വെള്ളം എല്ലാം അങ്ങ് വറ്റിപ്പോയേച്ച്
മൂക്കാനായിട്ട് ഒരു ഇച്ചിരി എളുപ്പമാണ്. മാത്രമല്ല നമ്മുടെ ഗ്രേവി കുറച്ച് തിക്കാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അരച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരും. ടേസ്റ്റ് എന്നല്ല, ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും. ഇപ്പോൾ ഉള്ളി ഇച്ചിരി ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ പൊടിയെല്ലാം ഒന്ന് ചേർക്കണം. അതായത് നമ്മൾ ബാക്കിയുള്ള പൊടിയെല്ലാം വേണം. കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവ് വേണ്ടിയവർക്ക് കൂട്ടാവേ. അതേപോലെ തന്നെയാണ് മല്ലിപ്പൊടിയുടെയും കണക്ക്. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ പുരട്ടി വെച്ചേക്കുന്ന ഇറച്ചി ഉണ്ടല്ലോ, ഇതിനകത്തോട്ട് അങ്ങിടുക. ഇത് ആക്ച്വലി ശരിക്കും മട്ടൺ പെപ്പർ ഫ്രൈ ആയതുകൊണ്ട് മട്ടണിനകത്തോട്ട് ധാരാളം കുരുമുളക് വേണം. ചിലർക്ക് ഒരുപാട് കുരുമുളക് ഇഷ്ടമല്ല, ചിലർക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇച്ചിരി കൂടി ഇട്ടേച്ച് നമ്മൾ ലാസ്റ്റ് ഈ ഇറച്ചിയൊക്കെ ഒന്ന് വെന്ത് കഴിയുമല്ലേ, വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വാങ്ങാറാകുമ്പോൾ ഇച്ചിരി മുരിക്കും. ആ മുരിക്കുന്ന സമയത്ത് ഇച്ചിരി കറിവേപ്പിലയും കുറച്ചുകൂടെ കുരുമുളകും കൂടെ ഇട്ട് മുരിച്ചിങ്ങെടുത്താൽ മതി. ഇപ്പോൾ ദേ ഈ അരപ്പെല്ലാം ഒന്ന് മൂത്തു. ഇനി എന്നാ ചെയ്യുന്നത്, ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കണം. ഇച്ചിരി ഒന്നും പോരാ, നല്ലതായിട്ട് വെള്ളം വേണം. നല്ല വെള്ളം ഒഴിച്ചേച്ച് ഈ മട്ടൺ എന്ന് പറയുന്നത് ബേസിക്കലി കുറച്ച് വേവുള്ള കൂട്ടത്തിലാണ്. മട്ടൺ വെന്തതിന് ശേഷം എന്നാ ചെയ്യണം, ഇച്ചിരി വെള്ളം കാണും. ആ വെള്ളം തിരിച്ച് പാനിലോട്ട് ഒഴിച്ചേച്ച് നല്ല വറ്റിച്ച് മുരിച്ചെടുക്കണം. മുരിച്ചെടുക്കുന്ന സമയത്താണെന്ന് ഞാൻ പറഞ്ഞ കറിവേപ്പിലയും നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മുരിച്ചെടുക്കണം. ഇത്രയും മാത്രമേ ഇതിനകത്ത് ചെയ്യാനുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല ചൂട് ബറോട്ടയോ ഒക്കെ കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. എന്താ പറയുക, രുചിയൊന്നും ഞാൻ എടുത്ത് പറയണ്ട, ഭയങ്കര ടേസ്റ്റാണ്. എന്താ പറയുക, ഒരു പൊറോട്ടയോ അല്ലെങ്കിൽ ഒരു പൂരിയോ ഒരു ചപ്പാത്തിയോ വല്ലതും കഴിക്കേണ്ട ആൾക്കാർ 3-4 എണ്ണം വീതം അങ്ങ് കഴിക്കും. നല്ല രുചിയോടെ കഴിക്കും. അപ്പോൾ ഏതൊരു ഭക്ഷണമാണെങ്കിലും രുചിയോടെയും തൃപ്തിയോടെയും എന്താ പറയുക, നിറവോടുകൂടിയും കഴിക്കുമ്പോഴാണ് ഉണ്ടാക്കി കൊടുക്കുന്നവർക്കും സന്തോഷം, കഴിക്കുന്നവർക്കും അതിലേറെ സന്തോഷം ഉണ്ടാവുക. നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡിയാണ്. അതിൻ്റെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയത് പത്തിരി മാത്രമാണ്. പത്തിരി കുറച്ച് പാടുള്ള പണിയാണ്, പക്ഷേ എന്നാലും ഒരു 5-6 എണ്ണം ഉണ്ടാക്കാൻ വലിയ താമസമൊന്നുമില്ല. എന്നാലും എന്നാ പറഞ്ഞേ, ഉണ്ടാക്കുന്ന നേരത്തെ ഇച്ചിരി അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല.